പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജപ്പാനിലെ ഒസാക്കയിൽ നിന്നും ഹിരോഷിമയിലേക്കാണ് പോകുന്നത്. ഹിരോഷിമയിലേക്ക് ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര. ഇത് ഒസാക്ക റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ എങ്ങോട്ടോ പോകുന്നൊരു ബുള്ളറ്റ് ട്രെയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബുള്ളറ്റ് ട്രെയിൻ കൃത്യം 9:14 എത്തിച്ചേർന്നു. 300-340 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിനിൻ്റെ മുൻഭാഗം കൂർത്തതാണ്. വായുവിനെ തള്ളിമാറ്റി പോകാനാണ് എയറോബിക് മോഡലിലുള്ള ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ മാക്സിമം സ്പീഡ് 340 കിലോമീറ്റർ ആയിരുന്നു. ബുള്ളറ്റ് ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ട് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. യാത്ര പുറപ്പെട്ട് 1.5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് മാക്സിമം സ്പീഡിലെത്തുന്നു. ഇവിടെയുള്ള ട്രാക്കുകളെല്ലാം മീറ്റർ ഗേജോ ബ്രോഡ് ഗേജോ അല്ല, സ്റ്റാൻഡേർഡ് ഗേജാണ്. അത് കാരണം കൊണ്ട് ഈ ബുള്ളറ്റ് ട്രെയിനുകളെല്ലാം ഇന്ത്യയിൽ ഓടുക അസാധ്യമാണ്. പ്രത്യേകതരം ട്രാക്കുകൾ ആവശ്യമാണ്. റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷനെല്ലാം നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ. ട്രെയിൻ പ്ലാറ്റ്ഫോമെല്ലാം വിട്ട് നഗരക്കാഴ്ചകളിലൂടെ ഹിരോഷിമയെ ലക്ഷ്യമാക്കി പാഞ്ഞു. ഞങ്ങൾ പോകുന്നതിന് സമീപത്തായി മറ്റനവധി ട്രാക്കുകളും ഞങ്ങൾ കണ്ടു. ഇതെല്ലാം വേറെ എങ്ങോട്ടോ പോകുന്ന ട്രാക്കുകളാണ്. നഗരക്കാഴ്ചകളെല്ലാം പിന്നിട്ട ഈ ട്രെയിൻ പിന്നീട് ഗ്രാമപ്രദേശങ്ങളിലൂടെയായി യാത്ര. 1 മണിക്കൂർ എടുത്തു ഞങ്ങൾ ഹിരോഷിമയിൽ എത്തിച്ചേരാൻ. യാത്രാമധ്യേ വേറെയും പ്ലാറ്റ്ഫോമുകളും വേറെയും ട്രെയിനുകളും കാണാം. ഇതെല്ലാം വേറെ എങ്ങോട്ടോ പോകുന്ന ട്രെയിനുകളാണ്. ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ 2 വശവും വേലി കെട്ടി മറച്ചിരിക്കുന്നു. ഇത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശമാണ്. സീറ്റുകളെല്ലാം ട്രെയിൻ ഏത് വശത്തേക്കാണോ പോകുന്നത് ആ വശത്തേക്ക് തിരിച്ചിടാവുന്ന സീറ്റുകളാണ് എല്ലാം. ട്രെയിനിനുള്ളിലുള്ള ബാത്റൂമുകളും മറ്റും ഞങ്ങൾ പോയി കണ്ടു. വളരെ വൃത്തിയുള്ളതും ആധുനികവുമായിട്ടുള്ള ബാത്റൂമുകളാണ് ഇവയെല്ലാം. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ സൈഡ് ഭാഗത്തായി അനവധി സ്വിച്ചുകൾ കാണാം. ഓരോന്നും ഓരോ സൈഡിൽ നിന്നും വെള്ളം വരുവാനുള്ളതാണ്. ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും പ്രത്യേകം വരാനുള്ള സൗകര്യങ്ങളും ഇതിൽ ലഭ്യമാണ്. ഇതൊരു ചെറിയ വാഷ് ബേസിനാണ്. അതിൽ നിന്നും പുറത്തു കടന്ന് ഞങ്ങൾ അടുത്തത് കണ്ടത് ഡിസ്പ്ലേ സിസ്റ്റത്തിൻ്റെ സെർവറുകളാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബാത്റൂം ഒരുക്കിയിരിക്കുന്നു. ഇത് വെറുതെ കൈ കഴുകാനും ഷേവ് ചെയ്യാനുമുള്ള വാഷ് ബേസിനാണ്. ഇനി യൂറിൻ മാത്രം പോകണമെങ്കിൽ അതിനും ഉണ്ട് പ്രത്യേക ഒരു സംവിധാനം. ഇത് യൂറിൻ മാത്രം പോകാനുള്ള ഒരു സംവിധാനമാണ്. ഇതൊരു ഡസ്റ്റ്ബിന്നാണ്. ബോട്ടിലുകൾ നിക്ഷേപിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട്. അകത്തേക്കുള്ള വാതിലുകളെല്ലാം നമ്മൾ അതിനു മുന്നിൽ നിന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബാത്റൂമുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹിരോഷിമയിലേക്ക് എത്തിച്ചേർന്നു. ഇത് ഹിരോഷിമ റെയിൽവേ സ്റ്റേഷൻ. ഹിരോഷിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അണുബോംബിൻ്റെ കഥയാണല്ലോ ഓർമ്മ വരിക. അതെ, ഞങ്ങൾ അണുബോംബ് വീണ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ സ്റ്റേഷനുള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.